നമസ്കാരം. AK റൈഡർ 70 ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൽ വരുന്ന സ്ട്രെയിനറാണ്. ഫ്യൂൽ കൊക്ക് എന്നൊക്കെ പറയും, ഫ്യൂൽ ടീ എന്നൊക്കെ പറയുന്ന സാധനമാണിത്. ഫ്യൂൽ ടാങ്കിനകത്ത് പോകുന്ന പെട്രോൾ ഓൺ ഓഫ് ആക്കുന്ന സ്ട്രെയിനറാണിത്. നമ്മൾ മേളിലോട്ട് ഇത് വയ്ക്കുമ്പോഴത്തേക്ക് റിസർവിലും താഴോട്ട് ഇത് വയ്ക്കുമ്പോൾ മെയിനിലും പിന്നെ സെൻറ്റർ പിടിച്ച് വയ്ക്കുമ്പോൾ ഇത് പെട്രോൾ ഓഫുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇത് ഫുള്ളെന്നുള്ളതാണ് ഈ ഒരു ആരോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ റിസർവ് വരുമ്പോഴത്തേക്ക് പകുതി ഈ ഒരു മാർക്ക് കാണുന്നുണ്ടല്ലോ, ഈ മാർക്ക് ഇത് റിസർവായിട്ടും കാണിക്കുന്നുണ്ട്. വെട്ട് ഇത് ഇവിടെ ഫുള്ളായിട്ടാണ്, ഇതാ ഇവിടെ ഈ വെട്ട് ഇങ്ങനെ വരുന്നത് മാർക്ക് വരുന്നുണ്ട്, ടാങ്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് മെയിനിൽ പിടിക്കുമ്പോൾ ഫുള്ളും ഇവിടെ പിടിക്കുമ്പോഴത്തേക്ക് റിസർവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കാൻ കാര്യം, ഈ ട്യൂബിൽ നിന്ന് മേളിൽ വരുമ്പോൾ മെയിനിലാണ് പെട്രോൾ നിൽക്കുന്നത്. കുറേശ്ശെ ഓടി വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ലെവൽ താന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഓഫാവും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി നമ്മൾ അറയ്ക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ റിസർവിൽ പിടിക്കുക. അതുവരെ നമ്മൾ മെയിനിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരെ നമ്മൾ റിസർവിൽ വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ ഇവിടുന്ന് കട്ടാണ് ചെയ്യുന്നത്. പെട്രോൾ ഇവിടെ വരുമ്പോൾ കട്ടാവും. നേരെ റിസർവ് വഴി ഈ ലൈനിൽ വരുന്ന ചെറിയ ഓസ് വരുന്ന റിസർവിലാണ്. ഇവിടം വരെ പെട്രോൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പെട്രോൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റിസർവിൽ ഇവിടെ ഈ പൈപ്പ് ഈ സൈഡിൽ കൂടെയാണ് ഇതിനകത്ത് വരുന്നത്, പെട്രോൾ വരുന്നത്. മെയിനിൽ വരുമ്പോൾ ഇവിടെ വരും. ഇപ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, ഈ മെയിനിൽ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിനിൽ വയ്ക്കുമ്പോഴത്തേക്ക് വണ്ടി ഓടുന്നില്ല, റിസർവിൽ വയ്ക്കുമ്പോൾ മാത്രമേ വണ്ടി ഓടുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, കമൻ്റായിട്ട് പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട്. ഈ മെയിനിൽ പെട്രോൾ ഉണ്ടെങ്കിൽ പോലും 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മെയിനിൽ വരേണ്ടതാണ്. 5 ലിറ്ററിനകത്ത് വരുമ്പോൾ മെയിനിൽ വരേണ്ടതാണ്. പക്ഷേ റിസർവിൽ വയ്ക്കുമ്പോൾ മാത്രമേ ഇത് വർക്കാവുന്നുള്ളൂ, വണ്ടി ഓടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് എപ്പോഴും നമ്മൾ പെട്രോള് ടാങ്ക് അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വരുന്ന ഫിൽറ്ററുണ്ട് ഇതിനകത്തിപ്പോൾ ഫിൽറ്റർ കാണാൻ സാധ്യതയില്ല. കാര്യം ഇത് ഇളക്കിയപ്പോഴത്തേക്ക് ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ ഫിൽറ്റർ മാറ്റിയായിരുന്നു, പിന്നെ പഴയതെടുത്തിട്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ, ഇതിപ്പോൾ ടാങ്കിൻ്റെ മേളിലാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ടാങ്ക് ഇവിടം വരെ വരും. ഇവിടെയാണ് നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അഴിച്ച് ക്ലീൻ ചെയ്താണ്ട് ഇതിനകത്തൊരു റബ്ബറിൻ്റെ ഓറൻ വരും. ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഈ സാധന ഫിൽറ്ററും ഇവിടെ മാത്രമാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് മാത്രമേ നമ്മളത് ക്ലീൻ ആവുന്നുള്ളൂ, ഇതിനകത്തോട്ട് ക്ലീൻ ആവുന്നില്ല. കണ്ടല്ലോ, ഇതിനകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്. ഇതിൽ വന്ന് മെറ്റീരിയൽ വന്ന് അടഞ്ഞിരിക്കേണ്ട സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഇവിടെ നിറയുന്ന പെട്രോള് ഈ ഹോള് വഴിയാണ് വെളിയിൽ വരുന്നത്. ഫിൽട്ടർ ചെയ്തിട്ട് ഈ ഹോള് വഴിയാണ് വെളിയിൽ വരുന്നത്. അപ്പോൾ ഇളക്കി കാണിക്കാം. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാലും ഇതിനകത്ത് ഇവിടെ വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ, ഇവിടെ വരും പെട്രോളിൽ. അപ്പോൾ ഇവിടെ അടവുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ ഫിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് ഈ വരുന്ന ലൈനിൽ ഇതിനകത്താണ് വരുന്നത്. 2 ലൈന് വരുന്നുണ്ട്. ഇവിടെ കൂടെ റിസർവിൻ്റെ ലൈൻ ഇവിടെ വരും പെട്രോൾ. മെയിൻ്റെ ലൈന് ഇവിടെ കൂടെയും വരും. ഇതിൽ കൂടെയും മെയിൻ്റെ ലൈന് വരും. കണ്ടു. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പറയും സ്ട്രെയിനർ മാറ്റണം, നിങ്ങൾ പുതിയ സ്ട്രെയിനർ വാങ്ങിച്ചുകൊണ്ട് എന്ന് പറയും. പുതിയ സ്ട്രെയിനർ വാങ്ങിച്ച് അവർ മാറ്റും, കംപ്ലൈൻ്റ് ആയിപ്പോയി എന്ന് പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അടഞ്ഞുകൂടിയിട്ടുള്ള കാർബണോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന ആ ഡിപ്പോസിറ്റെല്ലാം ഇവിടെ അടിയും.
ഈ രണ്ട് ഭാഗത്തും അടിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കാവും, ഇതിനകം ബ്ലോക്കാവും. അപ്പോൾ അവർ എടുത്തും ഇത് താണ്ട് ഇവിടെ നിന്ന് ഇതിനെ ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനെ കറക്കി ഇങ്ങനെ മെയിൻ വരുന്ന വാൽവ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ റിസർവിൽ വരുന്നതും നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഹോള് നമുക്ക് കാണാൻ കഴിയും. ഈ ഹോളിൻ്റെ അകത്ത് എന്തെങ്കിലും കരട്, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ഈ ഫിൽറ്ററിൻ്റെ ഈ വരുന്ന ബോഡിക്കകത്ത് തന്നെ വരുന്ന അഴുക്കൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാവും. പെട്രോളിൽ നിന്ന് വരുന്ന പൊടിയും ബാക്കിയുള്ളത് നിറഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും വരാൻ 100% സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ അഴിച്ചെടുത്തതിന് ശേഷം കാർബറേറ്റർ ക്ലീനറോ പെട്രോൾ ഒഴിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ പെട്രോൾ എപ്പോഴും പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെ ആ കെമിക്കലിൻ്റെ പൗഡറുണ്ട്, പൊടി, അതൊക്കെയാണ് ഇതിനകത്ത് അടയാൻ കൂടുതലും സാധ്യത. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കരട് പോലത്തെ ഉണ്ട് പെട്രോളിൽ, അതെല്ലാം ഇവിടെ വന്ന് അടിയും. പിന്നെ ഈ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മെയിനിൽ വരുമ്പോൾ കിട്ടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, മെയിനിൽ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാലും പെട്രോൾ നമ്മൾ റിസർവിലെ പിടിക്കുന്നുള്ളതെന്ന് പറഞ്ഞാൽ, റിസർവിലെ പൈപ്പ് ഈ താഴ്ന്നാണ് ഇരിക്കുന്നത്. ഇത് ഇത്രയും മേളിൽ ഇങ്ങനെ നിൽപ്പുണ്ട് ഇവിടെ. ഇതിലും നമുക്ക് എന്തെങ്കിലും ഇട്ട് ഇതേപോലെ സൂചി എന്തെങ്കിലും ഇട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ, നമുക്കിതിനെ ക്ലീൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകവും ഇപ്പുറവും ക്ലീൻ ചെയ്തിട്ട് നോക്കാം. ഇതിനെ എടുത്ത് നമ്മുടെ സ്ട്രെയിനറിൻ്റെ ആണ് ആദ്യം ഇതിനകം ഇതായി കണ്ടില്ലേ, ഇതിനകം ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭാഗത്തൂടെ അതുപോലെ തന്നെ ഈ 2 ഭാഗത്തൂടെ ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത്രയും ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഏതൊരു മിസ്സിങ്ങോ അല്ലെങ്കിൽ സ്ട്രെയിനറിൻ്റെ ഏതൊരു കംപ്ലൈൻറ്റോ വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും ഇത് പലർക്കും ഇതറിയില്ല. ഇതിനെ നമ്മൾ ടാങ്കിൽ തന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിലും, വല്ലപ്പോഴും ക്ലീൻ ചെയ്യണമെങ്കിൽ പോലും ഇവിടെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ. പലരും ഇതറിയില്ല. നമ്മൾ ടാങ്ക് ഇപ്പോൾ അഴിച്ചെടുക്കേണ്ട കാര്യമില്ല. ടാങ്കിനെ നമ്മൾ വണ്ടി ഒന്ന് ചരിച്ചതിന് ശേഷം ഈ 2 എൽക്കി നെറ്റാണ് വരുന്നത് കേട്ടോ. ആ 8ൻ്റെ എൽക്കി നെറ്റാണ് വരുന്നത്. ഈ എൽക്കി നെറ്റ് 2 ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വണ്ടി ചരിച്ച് ചെയ്യണം. പെട്രോൾ കുറയുന്ന സമയത്ത് വണ്ടി ചരിച്ച് നിർത്തിയതിന് ശേഷം എന്ന് വെച്ചാൽ ഈ സൈഡിലാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് ടാങ്കിൻ്റെ സ്ട്രെയിനർ വരുന്നത്. അപ്പോൾ റൈറ്റിലോട്ട് ചരിച്ച് കഴിഞ്ഞാൽ പെട്രോൾ ആ ഭാഗത്തോട്ട് ടാങ്കിൻ്റെ ഒരു വശത്തോട്ട് അങ്ങോട്ട് ചരിയുമ്പോൾ പെട്രോൾ കംപ്ലീറ്റ് ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ ഇളക്കി 2 സ്ക്രൂ കൊണ്ട് എൽക്കിയതാണ്, അത് 2 കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇളക്കിയെടുത്തിട്ട് തിരിച്ചെടുക്കും. ഒട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അനാകൊണ്ട വേറെ ഒന്നും തേക്കേണ്ട കാര്യമില്ല. ഇവിടെ റബ്ബറിൻ്റെ ബീഡിങ് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് കുറച്ച് മേളിലോട്ട് പൊങ്ങിയാണ് നിൽക്കുന്നത്. ഇത് നേരെ ടാങ്കിൻ്റെ അടിഭാഗത്തോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പ്രസ്സായി, ഈ റബ്ബറിന് ബീഡിങ് ഉള്ളത് കൊണ്ട് ഇത് ലീക്കും ആവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വശം. ചെറിയ കാര്യമാണ് എങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ഇതൊരു ബുദ്ധിമുട്ടുണ്ടാകും. മിസ്സിങ്ങും പെട്രോൾ പ്രോപ്പറായിട്ട് ഇതിനകത്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അതിൽ മിസ്സിങ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് മാത്രം. പിന്നെ ഈ ഓറൻ തിരിച്ചിടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഈ ഓറൻ ഇതിനകത്ത് തന്നെ വേണം. ഇട്ടതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഫിൽറ്ററും വരും. ഫിൽറ്റർ ഇട്ട് ഇത് ടൈറ്റ് ചെയ്യാവും കേട്ടോ. ഇത് നന്നായിട്ട് ടൈറ്റും ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിവിടെ മാത്രം ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനകവും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇതിനകവും ക്ലീൻ ചെയ്ത് ഈ 2 ഹോള് വരുന്ന വാൾവിൻ്റെ 2 വരുന്ന റിസർവും മെയിനും വരുന്ന ഇതിനകത്തും നമ്മൾ ഇതിനെ ഇളക്കിയതിന് ശേഷം ഇവിടെയും ഈ വാൾവ് ഈ വാൾവിനകത്തും പൊടിയൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക്
ഇത് സ്ട്രെയിനർ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ടാങ്കിനകത്തിരിക്കുന്ന അഴുക്കാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഇതിനകത്തെല്ലാം ചില സമയങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നല്ല പെട്രോളിൻ്റെ കാർബണിൻ്റെ ആ അംശം വന്നിട്ട് ഇവിടെയൊക്കെ നിറഞ്ഞങ്ങിക്കും. അപ്പോൾ പെട്രോൾ ഇവിടുന്ന് പാസ് ചെയ്ത് വരാനും ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ പോലും കാണാത്ത ഒരു വീഡിയോ ആണ്. ആരും ഇതിനെപ്പറ്റിയുള്ളതൊന്നും ഇട്ടത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യമുള്ള ബുള്ളറ്റും അതുപോലെ തന്നെ മറ്റു വണ്ടിക്കും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള വീഡിയോകൾ ഇടുന്നതിന് മോട്ടിവേഷനാകും. ഓക്കെ, താങ്ക് യു.